കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ ദേവിക മാറണോ അല്ലേ? മാറേണ്ടത് താനാ. ധാർമ്മികമായി അതാ ചെയ്യേണ്ടത്. താനും ഞാനും ഒക്കെ ചേർന്ന ദേവിക്ക് പിന്തുണ കൊടുത്തത്. എന്നിട്ട് അവസാന നിമിഷം വ്യക്തിവൈരാഗ്യം തീർക്കാൻ താൻ എതിർ സ്ഥാനാർത്ഥിയായി. അല്ല, തെറ്റിപ്പോയി. KDFന്റെ കയ്യിലെ ചട്ടുകുമായി. എല്ലാം അറിഞ്ഞു വച്ചിട്ടാ താൻ പത്രിക കൊടുക്കുന്നത്. എന്നിട്ട് ദേവിക മാറണോന്ന്. താൻ മാറ്. സിദ്ധു, ഞാൻ മാറിയിട്ട് കാര്യമില്ല. ദേവിക ജയിക്കുന്നത് കാണാൻ ഒരു ശത്രു കാത്തിരിക്കുക. ഏത് ശത്രു? ശത്രുവിന് പേരില്ലേ? ആദ്യം അത് പറ. പേര് കിട്ടുന്നില്ലല്ലേ? ദേവിക്ക് ഒരു ശത്രുവേ ഉള്ളൂ. ആ ശത്രുവിന്റെ പേര് എനിക്കും തനിക്കും അറിയാം. പ്രഭാവതി. പാർട്ടിക്കുള്ളിലും നാട്ടുകാർക്കിടയിലും എന്നെ അപഹാസ്യനാക്കി. ഞാനൊരു ചതിയനാണെന്നും ഞാനും കൂടി അറിഞ്ഞിട്ടാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും വിശ്വസിക്കുന്ന ഒരു വലിയ ശതമാനം പാർട്ടിയിലും പുറത്തുമുണ്ട്. അവർക്ക് കൊടുക്കാൻ എനിക്ക് കൃത്യമായ മറുപടിയില്ല. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഉത്തരം ദേവികയുടെ വിജയ. അവിടെ എല്ലാവരുടെയും സംശയങ്ങളും തീരും. അതുകൊണ്ട് ദേവികയുടെ വിജയത്തിന് ഞാൻ ഊണും ഉറക്കമില്ലാതെ ഇറങ്ങാൻ പോവാ. ഞാൻ സ്നേഹത്തോട് പറയാ, പാർട്ടിക്കാരോട് പറഞ്ഞ് താൻ പത്രിക കൊടുക്കാതിരിക്കും. KDFന്റെ പിന്തുണയുള്ള സ്വതന്ത്രയല്ലേ താൻ. അവർക്കും വലിയ ഫീൽ ചെയ്യില്ല. നോക്ക്, വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങൾ കാരണം അകന്നുപോയ ഭാര്യ ഭർത്താക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചന്ദ്രോത്ത് അങ്ങനെ സംഭവിക്കരുത്. നമ്മൾ അകന്നു പോകാൻ പാടില്ല. ദേവികയെ കൊണ്ട് നോമിനേഷൻ പിൻവലിപ്പിക്കാൻ സിദ്ധുവിന് കഴിയോ ഇല്ലയോ? ഇത്രയും നേരം പറഞ്ഞിട്ടും തനിക്ക് മനസ്സിലായില്ലേ? ഇല്ല ഇല്ല ഇല്ല, പിൻവലിക്കില്ല. ദേവിക മത്സരിക്കും. തൊട്ട് എതിർ സ്ഥാനാർത്ഥിയേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ അകലുകയാണെന്നാണോ? അതെനിക്കറിയില്ല. തെരഞ്ഞെടുപ്പിൽ ദേവികയുടെ വിജയമാണ് എന്റെ ലക്ഷ്യം. പ്രചാരണ ചൂട് തുടങ്ങിയ പുറത്തെ തർക്കങ്ങൾ വീട്ടിലുണ്ടായേക്കും. അത് നമ്മളെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സിദ്ധു, എന്നോട് ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കാൻ സിദ്ധുവിന് എങ്ങനെ മനസ്സ് വരുന്നു? മനസാക്ഷിയില്ലാതെ പ്രവർത്തിച്ചത് താനല്ലേ? താൻ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് അനുവാദം ചോദിച്ചോ? വേണ്ട, അനുവാദം ചോദിച്ചു. തനിക്കതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ തന്റെ ജീവിത പങ്കാളിയല്ലേ ഞാൻ. എന്നോടൊന്ന് പറഞ്ഞു. എന്റെ ഭാര്യ സ്ഥാനാർത്ഥിയായത് TV എന്നല്ല ഞാനും അറിയുന്നത്. പ്രഭയല്ലേ കണ്ണിച്ചോരയില്ലാത്തത് കാണിച്ചത്. എന്നിട്ട് അതിപ്പോ എന്റെ മണ്ടേ കൊണ്ടുവയ്ക്കുന്നോ? ഒരുപാട് തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധം ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. എന്തായാലും ശരി, ഈ യുദ്ധത്തിൽ എന്റെ പാർട്ടി ജയിക്കും. എന്റെ സ്ഥാനാർത്ഥി ജയിക്കും. തനിക്കത് വാട്ടർലൂ ആയിരിക്കും. ചരിത്ര അധ്യാപകയല്ലേ, അറിയായിരിക്കുമല്ലോ വാട്ടർലൂ. പരാജയം അറിഞ്ഞിട്ടില്ലാത്ത നെപ്പോളിയൻ തോറ്റുപോയ യുദ്ധം. ചെങ്കോലും കിരീടവും നഷ്ടപ്പെട്ട് ശിഷ്ടകാലം ഒരു വരണ്ട ദ്വീപിൽ കഴിച്ചുകൂട്ടി. താനും പല കാര്യങ്ങളിലും നയം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വാട്ടർലൂവിലേക്ക് തലകൊണ്ട് വയ്ക്കരുത്. പിന്നെ നമ്മൾ പിരിയുമോ ഇല്ലയോ എന്നുള്ളത് അത് വിധി പോലെ നടക്കട്ടെ. എന്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ പിന്നോട്ടില്ല. അച്ഛാ, അമ്മ പിന്നെ എവിടെ പോവാന്ന് പറഞ്ഞില്ലേ? ഇല്ല, നോമിനേഷൻ കൊടുക്കാൻ പോകുന്നു എന്നാ കരുതിയത്. എന്താ ഇക്കാര്യം അച്ഛൻ ഇതുവരെ പറയാതിരുന്നേ? നിങ്ങൾ കണ്ടതിന് ശേഷം എന്താ ഉണ്ടായേ?
പിന്നീട് എന്താ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അമ്മയുടെ ഫോൺ അവിടെ നിന്ന് പോലീസിന് കിട്ടിയല്ലോ, അതെങ്ങനെയാ? അച്ഛൻ സത്യം പറ, ബഹളോ പിടിവലിയോ തള്ളോ ഒക്കെ നടന്നോ? ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിപ്പിക്കാനാണ്? എനിക്കറിയില്ല മോളെ.